ഇന്ന് നമ്മുടെ നാട്ടിൽ സകല കുത്തിത്തിരിപ്പും ഫസാദും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചേക്കുട്ടിപ്പാപ്പ കുട്ടിച്ചാത്തൻ, രണ്ട് ചെയ്ത്തമാർ, ഒന്ന് കോമാടനും ഒന്ന് സുലൈമാണ്ടിയും. ഇവർ രണ്ടാളെയും കോളാമ്പിയായിട്ട് നടക്കണ നൗഷാദ് ഇന്നലെ പ്രസംഗിച്ചപ്പോൾ എന്തൊക്കെ പ്രസംഗിക്കേണ്ടി എന്തൊക്കെ പറയേണ്ടി ഓന് യാതൊരു കൊടുത്തില്ല. പഴയത് മുമ്പ് നടന്ന പല കാര്യങ്ങളും ഓന് ഓർമ്മയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓൻ്റെ പ്രസംഗത്തിന് തുടക്കത്തിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ അവിടുത്തെ ഞാൻ കേട്ട ചില ഭാഗങ്ങളൊക്കെ ഒന്ന് രണ്ട് സ്ഥലങ്ങളത്തൊക്കെ അതൊക്കെ വിട്ടിട്ട് നൗഷാദിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്. ഒന്ന്, നൗഷാദ് ഇന്നലെ പറയാണ് നമ്മൾ ആരും ഇപ്പം എ പി സ്ഥാനിൻ്റെ കൂടെ ഇല്ല എന്നുള്ള. ഓനാണ് അത്ര എ പി സ്ഥാനിൻ്റെ കൂടെ ഉള്ളത്, നമ്മളാരും ഇല്ല. എന്നിട്ട് ഓൻ പറയാണ് പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ പി സ്ഥാൻ പറഞ്ഞോടത്ത് നിങ്ങൾ നിൽക്കണ്ടായിരുന്നു. എന്നിട്ട് ഓൻ ചോദിക്കുകയാണ് ഞങ്ങളൊക്കെ ഇപ്പം ഞങ്ങളെ ഷെയ്ഖുന ഒരു കാര്യം പറഞ്ഞാൽ, ഒരു കാര്യം പ്രവർത്തിച്ചാൽ, ഒരു കാര്യം ആജ്ഞാപിച്ചാൽ അവിടെ ഞങ്ങൾ നിൽക്കുന്ന അവൻ പറയണത്. അത് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുന്നൊരു ബാക്കി പറഞ്ഞുതരാം. അപ്പൊ നമ്മളെ കുറിച്ച് അങ്ങനെ ഒരു പ്രസംഗം ഒരു നടത്താൻ കഴിയും. ഷെയ്ഖുനയുടെ ആശയത്തിൽ ഞങ്ങളില്ല, അത് പറയാൻ കഴിയില്ല. കാരണം എന്താ, ഷെയ്ഖുന ഒന്ന് അനങ്ങിയാൽ, അവിടെ നിന്ന് പറഞ്ഞാൽ, ഞങ്ങളെ മശായിഖന്മാർ ഒരു കാര്യം പറഞ്ഞാൽ, ഈ കാലം പോറ്റുന്ന അസ്ഹാബുൽ വക്തുകളായ മഹാരഥന്മാർ ഒരു സൂചന തന്നാൽ ഞങ്ങൾ അവിടെ നിൽക്കും. അതിൽ പിന്നെ മാറ്റമില്ല. നിങ്ങൾക്ക് അങ്ങനെ കഴിയില്ല. അതാണ് നിങ്ങളെ സെറ്റപ്പ്. പറ്റി അങ്ങനത്തെ ഒരു പ്രസംഗം നടത്താൻ പറ്റൂല. എങ്ങനത്തെ, അതായത് നമ്മളെ മശായിഖന്മാരെ കീഴിലല്ല നമ്മളുള്ളത്, ഓല് പറഞ്ഞു കൊടുത്തല്ല നമ്മളുള്ളത്. അതേപോലെ ഓലെ പറ്റി ഓലെ മശായിഖന്മാർ പറഞ്ഞു കൊടുത്തല്ല ഓലുള്ളത്. ഓലെ ശൈത്താന്മാരാകുന്ന മശായിഖന്മാരുണ്ടല്ലോ, ഓല് പറഞ്ഞു കൊടുത്തല്ല ഓലുള്ളത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. എടാ കോളാമ്പിയെ, എന്നോട് പറയാനുള്ളത് എൻ്റെ മശായിഖന്മാരെന്നെ നേരത്തെ പറഞ്ഞു കൊടുത്തില്ല. ഓ പറയാം, ലാസ്റ്റ് പറയണേ ഒരു മാറ്റവും വരും, ഒന്ന് പറഞ്ഞാൽ, ഒന്ന് ആജ്ഞാപിച്ചാൽ, ഒന്ന് പ്രവർത്തിച്ചാൽ അതിലൊരു മാറ്റവും വരൂല. എത്ര വട്ടം കോളാമ്പി ഇവിടെ ഞങ്ങൾ ക്ലിപ്പിട്ടിട്ട് ഞങ്ങൾ പറഞ്ഞാണ്, എത്ര 100 എണ്ണം വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരും. എൻ്റെ കോമാടൻ തന്നെ പൈലില്ലാന്ന് നേരത്തെ പറഞ്ഞു കൊടുത്ത്. ഉണ്ടെങ്കിൽ കോളാമ്പി എന്നോടൊന്ന് ചോദിക്കട്ടെ, എൻ്റെ കോമാടൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കോമോ എന്ന് പറഞ്ഞാൽ കോളാമ്പിൻ്റെ മുരീദ് നടത്തും, അതുപോലെ കോമാടൻ്റെ മുരീദ് നടത്തും കോമു എന്ന് പറഞ്ഞാൽ. എടാ കോമു, എന്നോട് എൻ്റെ ഷെയ്ഖ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പലവട്ടം ഞങ്ങൾ ചോദിച്ചതല്ലേ, ഷെയർ മുബാറക്ക് മർക്കസിലെ ഷെയർ മുബാറക്ക് അംഗീകരിക്കാത്തവർ മുസ്ലിമീങ്ങളല്ല എന്ന് എൻ്റെ ഷെയ്ഖ് നേരത്തെ പറഞ്ഞില്ലേ? ആ പറഞ്ഞോടത്തൊന്നും ഇജുണ്ടോ? അത് പരസ്യമായിട്ട് പ്രസംഗിക്കാനുള്ള ചങ്കൂറ്റ് എനിക്കുണ്ടോ? ചോദിക്കണം എന്നോട്. ഇന്നത് പറയാനുള്ള ആണത്ത് എനിക്കുണ്ടോ? രണ്ടാമത്തെ ചോദിക്കട്ടെ, മറുവിഭാഗം സമസ്തയെക്കുറിച്ച് എൻ്റെ കോമാടൻ എന്താ പറഞ്ഞത്? അത് മനുഷ്യന്മാരെ കാവലായിട്ട് 4 കാലുള്ള ജീവിന്റെ പേര് പറയുന്നുണ്ടല്ലോ, ആ ജീവിനെ കാവലായിട്ട് ഏൽപ്പിക്കപ്പെട്ടതുപോലെയാണ് മക്കാമുകൾ സംരക്ഷിക്കാൻ ഇവരെ ഏൽപ്പിക്കപ്പെട്ടത്. അങ്ങനെ ഒന്ന് പരസ്യമായിട്ട് പറയാൻ എടാ കോളാമ്പിയെ കോമോ എനിക്ക് ധൈര്യം ഉണ്ടോന്ന് 1000 കുതിരശക്തിയല്ല, ലോകത്തുള്ള മുഴുവൻ കുതിരന്റെ ശക്തിയോട് കൂടെ എന്നോട് ചോദിക്കണം. അതേപോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൽ തങ്ങളുപ്പാപ്പയെ കുറിച്ചും, ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉലമയെ കുറിച്ചും, ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് അവരെ പിന്നെ നിൽക്കാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം എൻ്റെ കോമാടന്റെ തന്തി ഇവിടെ പറഞ്ഞാണ്. അവിടെ നിങ്ങളുണ്ടോ? എൻ്റെ കോമാടനുണ്ടോ? കോമാടന്റെ അനുയായികളെ നിങ്ങളുണ്ടോ? ആ പറഞ്ഞത് ഇന്ന് പരസ്യമായിട്ട് പ്രസംഗിക്കാനുള്ള ചങ്കൂറ്റം, ആണത്തം, ആർജവം എനിക്കുണ്ടോ? അന്തും കുന്തും എനിക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറയും. ധൈര്യം ഉണ്ടോ എനിക്കത് പറയാൻ? കയ്യൂല കോമുവോ? കയ്യൂല എന്നെ കൊണ്ട് ഉണ്ടെങ്കിൽ പറയും. അന്ന് എൻ്റെ കോമാടൻ 2013 എൻ്റെ കോമാടനെ ചവിട്ടി പുറത്താക്കിയതിന് മുമ്പ് ഇവിടെ കോമാടൻ പ്രസംഗിച്ച് എന്തെല്ലാം വിഷയങ്ങളുണ്ടോ? അല്ല, അതിന്റെ ശേഷവും താജുൽ ഉലമയെ കുറിച്ച് പറഞ്ഞ വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കാൻ എൻ്റെ കോമാടനോ കോമാടന്റെ കോളാമ്പികളായ കോമോ അനക്കും കഴിയോ? വെല്ലുവിളിക്കാണ്, കയ്യും കയറ്റെടുക്ക്. നിങ്ങൾ ഇങ്ങോട്ട് കിടക്കാൻ പാടില്ല, നിങ്ങൾ ഉസ്താദിനെ ചീത്ത പറയുന്നു എന്നാണ്. അതാണ് ഇപ്പൊ വലിയ ചർച്ച. നമ്മൾ ഉസ്താദിനെ കുറിച്ച് എന്താ പറഞ്ഞതെന്നൊക്കെ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആരെയും തെറി പറയില്ല. തെറിയും ചീത്തയും പറയുന്ന ഏർപ്പാട് നമുക്കില്ല. അതിനായിട്ടൊരു ടീം കൂടെ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദർശം പറയും. എടാ കോളാമ്പി കോമോ, ഇത് ഇന്നലെ പറഞ്ഞതാ എവിടുന്ന് കൊയിലാണ്ടിന്ന്. എ പി ഉസ്താദിന് ഞങ്ങൾ എന്തോ പറയുന്നു, ഉസ്താദിനെ തെറി പറയുന്നവർ ചീത്ത പറയുന്നു, ഇങ്ങോട്ട് കിടക്കേണ്ടതില്ല. ഞങ്ങൾ ഉസ്താദിന് ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആദർശം പറയുന്നു. ഇതാണല്ലോ ഇപ്പൊ കാര്യമായിട്ട് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ അതിനിങ്ങനെ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. എടാ കോളാമ്പി കോമോ, എൻ്റെ ഷെയ്ഖ് എന്ന് പറയുന്ന ആ കുട്ടിച്ചെയ്ത്താണ്ടല്ലോ, ഏത് കോമാടൻ, ഓന് ഷെയ്ഖുന ഉസ്താദ് അവർകളെ വിളിച്ച വിളി ഒരു മര്യാദക്ക് വിളിച്ചുവിടേനോ? അല്ല, ഒരു മര്യാദക്ക് വിളിച്ചുവിടേനോ? ആ വിളിച്ച വിളി അത് തോന്നിയാസൊന്നും അല്ലല്ലോ അല്ലേ, തെറിയൊന്നുമല്ല, നല്ല അതവുള്ള വാക്കാണ്. അതവിടെ നിൽക്കട്ടെ, അതിന് കുറെ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞാണ്. അതെ, രണ്ടാമത്തെ ചോദിക്കട്ടെ, ഈ നിമിഷപ്രിയ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമയെ ഇജ്ജ് വിളിച്ച വിളി എന്താടാ? 8 കാലി മമ്മൂഞ്ഞിനല്ലേ കോളാമ്പി കോമോ ഇജ്ജ് വിളിച്ച്? ആ ഈ നിമിഷപ്രിയ വിഷയവും ഉസ്താദായി ഇടപെട്ടതും ആദർശവുമായി എന്ത് ബന്ധമാണ് എനിക്കുള്ളത്?
ഞങ്ങൾ ആദർശം പഠിപ്പിക്കാൻ വരുന്ന എനിക്ക് എന്ത് ബന്ധമുള്ളത് പറയും. അവിടെ ഷെയ്ഖുന സുൽത്താൻ ഉലമയെ എട്ടുകാലി മമ്മൂഞ്ഞ് ഉപയോഗിച്ച് എന്ത് അടിസ്ഥാനത്തിലാണ്? നല്ല വാക്കാണോ പറഞ്ഞ് ഷെയ്ഖുന സുൽത്താൻ ഉലമയെ കുറിച്ച്? എടാ അതേപോലെ ബഹുമാനപ്പെട്ട ഹിദർ നബി അലൈഹി ഇസ്ലാമിന്റെയും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും വിഷയം പറഞ്ഞു കാണിച്ച് സംസാരിച്ചപ്പോ അവിടെ ഷെയ്ഖുന ഉസ്താദ് അവർ എന്താണ് അജി ഉപയോഗിച്ച വാക്ക്? അച്ചങ്ങായി എന്നല്ലടാ അജി പറഞ്ഞേ. അതൊക്കെ ഒരു ആദരവിന്റെ വാക്കാണോ, ബഹുമാനത്തിന്റെ വാക്കാണോ? അതേപോലെ ഇജ്ജ് ഉപയോഗിച്ച വാക്കുകൾ എന്തെല്ലാം ഉണ്ടോ ഷെയ്ഖുനാനെ കുറിച്ച്? എന്ത് ആദർശമാണ് എനിക്കുള്ളത്? എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ വരിക ഉസ്താദിനെ ഞങ്ങൾ അങ്ങനെ ഒന്നും പറയും, ഞങ്ങൾ ആദർശം പറയും. ചേലക്കാണ്ട പോടാവും. ഞങ്ങൾ പറയുന്നത് ആദർശമാണ്. ഞങ്ങൾ ഒരു വിഷയവും അങ്ങനെ എന്തെങ്കിലും നോക്കി പറയാറില്ല. ഞങ്ങൾ ഏതോ ഒരു വിഷയം എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴേക്ക് വിളിച്ചു പറയുന്ന സംഭവമില്ല. ഒരു ആദർശ വിഷയം തന്നെ എടുത്തോളി. നിങ്ങൾ എന്തെങ്കിലും കേൾക്കുമ്പോൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞ സ്വഭാവം നിങ്ങൾ ആദർശം പറയാണ്. നമ്മൾ ആദർശം നോക്കുക. അല്ല കൊളാമ്പി കോമോ സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ ഉലമാ സമ്മേളനം ജില്ലകളിൽ നടന്നപ്പോൾ അതിന്റെ ഉലമാ സമ്മേളനത്തിന്റെ മാറ്റർ വെച്ചിട്ട് കറാമത്തും അതുപോലെ വിഷയങ്ങൾ സമൂഹത്തിൽ പറയുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാരുടെ ഉപദേശം കൊടുത്ത് ആ മാറ്റർ വെച്ചാണ് ഞങ്ങൾ ജില്ലകൾ തോറും ഞങ്ങൾ വിശദീകരണം നടത്തുന്നു പറഞ്ഞില്ലല്ലോ. 3 സ്ഥലത്തല്ലേ അല്ലെങ്കിൽ 4 സ്ഥലത്തിലെ പരിപാടി വെച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള സ്ഥലത്തേക്ക് എന്തുകൊണ്ട് പോയില്ല? ഇജ് കൊണ്ടോട്ടി വെച്ചാണ് ആ വിശദീകരണ സമ്മേളനത്തിൽ പറഞ്ഞില്ല. അല്ല വിശദീകരണ പരിപാടിയില്ല, ആകെ 4-5 ആളുള്ളൂ സമ്മേളനം എന്ന് പറയാൻ പറ്റാ. 4-5 ആൾ കൂടി അതിനോട് പറഞ്ഞ ആ റൂം വെച്ചായിട്ട് കൊണ്ടോട്ടിയില്ല പിന്നെ മൈജിന്റെ മുകളിലുള്ള ആ റൂമിൽ 10-20 ആൾ കൂടാൻ പറ്റിയ ആ റൂമുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ ഇജ് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ കോഴിക്കോട് വെച്ച് വിശദമായ പരിപാടി ലാസ്റ്റ് വരാണ്ട്. എവിടെയാ പരിപാടി? ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് തങ്ങൾ കറാമത്തുമായി ബന്ധപ്പെട്ട് പേരോട് ഉസ്താദിനെ പറ്റി വിമർശിച്ചതിന് അതിന് ക്ലിപ്പ് സഹിതം എനിക്ക് മറുപടി അങ്ങോട്ട് തന്നപ്പോ ജി പിന്നെ മിണ്ടിയില്ലല്ലോ. എന്താ ജി അതിനെ പറ്റി പറയാൻ? ചാടി എണീറ്റ് പറഞ്ഞല്ലേ ജി? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഷഹറാൻ ഇമാമിന്റെ മിനൽ കുബ്രഹിമൽ ബഹറുൽ മൗറൂദിലെ ഇബാറത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിതാബ് പറഞ്ഞിക്കാണ്ട് പിന്നെ ഇബാറത്ത് പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് ജി കളിക്ക് പറഞ്ഞില്ലേനോ? പിന്നെ എന്നോടത് ചോദ്യം ചെയ്തിട്ട് പിന്നെ ജി ആ ബൈക്ക് വന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദ് പിന്നെ സി എം വലിയുള്ളാഹിയുടെ മക്കാമിൽ നിന്ന് ഇറങ്ങി വരുന്നത് പിന്തിരിഞ്ഞാണ്ടാണ് എന്നത് വലിയ ദമ്മളക്കീനല്ലോ. ഞാൻ ഭയങ്കര നല്ല വിശദീകരണം നടത്തുന്നു. ജി കാമ്മ പിന്നെ മിണ്ടിയിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട അണ്ടോൺ ഉസ്താദിന്റെ പ്രഭാഷണം നമുക്ക് പറയാം. അണ്ടോൺ ഉസ്താദിന്റെ പ്രഭാഷണം 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഹല്ലയ്യെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ബൈക്ക് കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെ എത്ര എന്നെ പറ്റി പറയണ്ട. ജി ചാടി എണീച്ചാടി ഓരോന്നും അങ്ങോട്ട് പറയും, പിന്നെ ചോദ്യം ചോദിച്ചാൽ ആ ബൈക്ക് വരൂല. എന്നിട്ട് പറയും ഞങ്ങൾ എന്തെങ്കിലും കാണുമ്പോൾ ഇത് ചാടി ഇറങ്ങി പറയണവരല്ല. ഇജ് അങ്ങനെ തന്നെ പറയണാണ് ചങ്ങായി. നിയൽവാദിയുടെ നിർദ്ദേശപ്രകാരം ഇറങ്ങി. അതൊന്നും വെറുതെ പറഞ്ഞതല്ല, രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ചോദിക്കുക ഞങ്ങളെ ഉസ്താദ് നിർദ്ദേശം നൽകിയിട്ടാണ് ഞങ്ങൾ ചെയ്തത് എന്നതിന് അല്ല. നിങ്ങളെ ഉസ്താദ് നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോരായ്മയാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നുകിൽ ചെയ്ത പണി അതിന് പറ്റാത്തതാകണം, അല്ലെങ്കിൽ ഇയാൾ നിർദ്ദേശം ചെയ്യാൻ പറ്റാത്തതാകണം. എടാ കോമാടന്റെ മുരീത് കോമോ കോളാമ്പിയെ ചെയ്താമാരെ കോളാമ്പി എന്നോട് പറയാനുള്ളത് ഞങ്ങൾ ഉസ്താദ്മാരെ ഞങ്ങൾക്ക് നേരത്തെ നിർദ്ദേശം നൽകി. ഏത് അറിയോ? എന്ന് ഞങ്ങളെ മർക്കസിൽ നിന്ന് ഞങ്ങൾ അല്ലെങ്കിൽ ഇയാവ് സുന്നയിൽ നിന്ന് ഞങ്ങളെ സ്ഥാപനങ്ങളിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിടുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദർസുകളിലെ ഉസ്താദുമാർ മീസാൻ മുതൽ ഞങ്ങൾക്ക് ഓതി തരുന്ന സമയത്ത് ഞങ്ങൾ നിർദ്ദേശം നൽകിയ കള്ളന്മാർക്കെതിരെ നല്ലോണം പറഞ്ഞുകൊണ്ടേണ്ടി. കള്ളന്മാർക്കെതിരെ നല്ലോണം പറയാൻ വേണ്ടി ഞങ്ങൾക്ക് ഇജാസത്തിന് നിർദ്ദേശം നൽകി അന്നങ്ങ് വിട്ടതാ. പിന്നെ ഇങ്ങനെ ഞങ്ങൾക്ക് വൈക്കുവൈയായിട്ട് നിർദ്ദേശം തരേണ്ട ആവശ്യം പിന്നെ ഇല്ല. ഞങ്ങൾ നല്ലോണം ആ നിർദ്ദേശം അന്ന് ഞങ്ങൾക്ക് കള്ളന്മാർക്കെതിരെ നിങ്ങൾ നിർദ്ദേശം നന്നായി പ്രവർത്തിച്ചോളൂ, നല്ലോണം നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ സംസാരിച്ചോളൂ, പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അന്ന് നിർദ്ദേശം നൽകിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാ. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഔലിയാക്കളെ മുൻനിർത്തിയിട്ട്, ഏത് കള്ള ചൈത്തന്മാരെ മുൻനിർത്തിയിട്ടല്ല. ഞങ്ങളിവിടെ മശായിഖന്മാരെയോ ഞങ്ങൾ ഔലിയാക്കളെയോ ആരെയും ഞങ്ങൾ നിന്ദിക്കുകയോ ഞങ്ങൾ വിമർശിക്കുകയോ ഞങ്ങൾ ചീത്ത വിളിക്കുകയോ ഞങ്ങൾ ചെയ്തിട്ടില്ല തെളിയിക്കാനും കഴിയൂല. ഞങ്ങൾ പറഞ്ഞത് ചെയ്ത്താമാരെ പറ്റിയാണ്. കുട്ടി ചെയ്ത്താമാര് ചേക്കുട്ടി പാപ്പാരെ പറ്റിയേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആണായി പറഞ്ഞവനാണ് ഇപ്പൊ ഞങ്ങളിപ്പോ ഈ ചെയ്തുകൊണ്ട് എന്റെ വാദം എന്താണ്? ഞങ്ങളിപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടാണ്, ഞങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടാണല്ലേ. തെളിവ് ഹാജരാക്കട ആൺകുട്ടിയാണെങ്കിൽ ആണായി പറഞ്ഞവനാണ് തെളിവ് കിട്ട് ഹാജരാക്കി കാണട്ടെ. അന്റെ മറ്റേ ചങ്ങായില്ലേ മറ്റാ തെറിയൂര് ഓൻ പറഞ്ഞ എന്തേരി 3 ദിവസത്തെ കോച്ചിങ് തന്നിട്ടാണ് എവിഡൻസ് ഞങ്ങൾ കയ്യിലുണ്ട്. അന്ന് ഞാൻ പറഞ്ഞതാ എന്റെ വീടും പറമ്പ് ഒന്നായിട്ട് എഴുതി തരാം, കോടികളാണ് വാഗ്ദാനം നൽകിയതാ. തെളിവ് ഹാജരാക്കടാം. കയ്യാത്ത പണിക്ക് എന്തിനാ കോമോ നിൽക്കണേ? വേറെ വല്ല പണിക്കും പോയി കൂടാനൊക്കെ രേഖ ചോദിക്കുക. ഇതിൽ ഒരുത്തം പറയാ അത് തെളിയിച്ചാൽ ഞങ്ങൾ നിങ്ങളെ സ്റ്റേജിൽ വരാം. ദയവ് ചെയ്ത് അങ്ങനത്തെ ഒരൊറ്റ ഒന്നും വരണം കേട്ടോ. അത് അവിടെ തന്നെ നിന്നാ മതി. അങ്ങനത്തെ മുത്തനജിസീങ്ങളില്ല അസുലഹൂടെ ആവശ്യമില്ല. അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. ഇത് കണ്ടോ നമ്മളെ ഗ്രൂപ്പിൽ വന്നൊരു വോയിസ് അവര് നമ്മൾ തെളിവ് ചോദിച്ചു നമ്മളെ ഗ്രൂപ്പിൽ ഇതിങ്ങനെ പറയല്ലേ. ഇവർക്ക് ഇപ്പൊ ഇതാണ് കാര്യമായിട്ട് പരിപാടി. ചട്ടിയും കുടിക്കും പാത്രവും വികാസവും കൈക്കോട്ടും എന്നൊക്കെ പാടെടുത്തുകൊണ്ട് ഇറങ്ങി രാവിലെ എന്നിട്ട് പന്തലിട്ട് എന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ മറുപടി പറയാം. ഈ ഗ്രൂപ്പിൽ വന്ന വിഷയമാണ് ഇപ്പൊ ഈ ചെങ്ങായി പറയുന്നത്. ഞാനും മജീദാസിലേക്ക് വെല്ലുവിളിച്ചത് ആ ചെങ്ങായി ഇങ്ങളടുത്ത് അങ്ങനത്തെ ഒരു എവിഡൻസിന്റെ വീട് ഞങ്ങൾ ഉസ്താദ്മാർ നിർദ്ദേശം തരാതൊക്കെ എന്ത് ഞങ്ങൾ പറയുന്നത്? ഞങ്ങൾ നേരത്തെ ഞങ്ങൾ അതിനായിട്ട് ഇറക്കിയതാ ഞങ്ങൾ ഉസ്താദ്മാർ.
ഞങ്ങൾക്ക് എല്ലാ ഇജാസത്തും എല്ലാം തന്നുകാണ്ട് ഞങ്ങൾക്ക് സനത് വരുന്ന സമയത്ത് തന്നെ കള്ളന്മാർക്കെതിരെ നല്ലോണം പറഞ്ഞുകൊണ്ട് ഇറക്കിയതാ. ഇനിയിപ്പോ പ്രത്യേകമായിട്ട് ഇങ്ങനെ പ്രത്യേക നിർദ്ദേശം തരേണ്ട ഒരു ആവശ്യമില്ല. ഇനി തരട്ടെ തരാതിരിക്കട്ടെ എന്തോ ആവട്ടെ, വീട് എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു തെളിവുണ്ടെങ്കിൽ വീട് ചങ്ങാതി, അത് ഞാൻ ഇവിടെ ചോദിച്ചല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞിനി ആ തെളിവെങ്ങാനും ഹാജരാക്കുകയാണെങ്കിൽ എൻ്റെ ഇടതും വലതും മജീദാസരി ഞാനും ഉണ്ടാകുമെന്ന്. ഇപ്പോൾ പറയാം ഞങ്ങൾ സ്റ്റേജ് ബുക്ക് വരാന്ന് പറയുന്നത് അങ്ങനത്തെ മുത്തനജി സിംഗ് ലാസുള്ളവർക്ക് വേണ്ട. അനക്ക് അസുല് പറഞ്ഞപ്പോൾ എന്നോട് ഞാൻ വേറൊന്നും കൂടി ചോദിച്ചിട്ട് ഈ ഗ്രൂപ്പിൽ എൻ്റെ ബാപ്പാന്റെ പേര് ബാപ്പാന്റെ പേര് പറയാൻ ധൈര്യമുണ്ടോ? ഞാൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട പിതാവ് പറമ്പിൽ പീഡികരെന്ന് അന്വേഷിച്ചാൽ അറിയാം. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് സി കെ മരക്കാർ, എൻ്റെ പിതാവിന്റെ പിതാവ് സി കെ മുഹമ്മദ് വായ, രണ്ടുപേരും മറവട്ട് കിടക്കുന്നത് പറമ്പിൽ പീഡിക മഹല്ല് ഖബർസ്ഥാനിൽ. എൻ്റെ പിതാവിന്റെ പിതാവ് സി കെ അഹമ്മദ് കുട്ടിമല്ല, ആ പിതാവിന്റെ പിതാവ് സി കെ അലവിക്കുട്ടിമല്ല, രണ്ടുപേരും മറവട്ട് കിടക്കുന്ന പറമ്പിൽ പീഡിക കുന്നത്ത് മഹല്ല് ഖബർസ്ഥാനിൽ. ഇങ്ങനെ ഒന്ന് ബെല്യാപ്പാരെ പേര് പറയാൻ, നാലാമത്തോടത്ത് കുറിച്ച് പോകേണ്ട മൂന്നാമത്തെ പേര് പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടോ? എൻ്റെ ബാപ്പാന്റെ പിതാവ് അയാളെ ശവകുടിയിൽ എവിടെയെന്ന് പറയാൻ കഴിയും എനിക്ക്? വെല്ലുവിളിയെ ചങ്ങായി പറയും ധൈര്യം ഉണ്ടെങ്കിൽ. അങ്ങനെ എന്നിട്ട് ഇപ്പൊ അങ്ങനെ പറയാ വലിയ ദമ്മില് ധൈര്യം ഉണ്ടെങ്കിൽ പറയടാ, കാണാൻ നമുക്കൊന്ന്. ഇതിന്റെ കൂട്ടത്തിൽ നൗഷാദിനോട് ഒരു ചോദ്യം കൂടി ചോദിക്കാണ്ട്. ഇപ്പം പിന്നെ സ്റ്റേജിലേക്ക് നമ്മൾ വരണ്ടെന്നാ പറഞ്ഞത് അല്ലേ? അല്ല ചങ്ങായി, എന്തിനാപ്പം ഈ പരിപാടി നടത്തുന്നത്? അല്ല, ഞങ്ങളൊക്കെ പരിപൂർണമായി തോപ ചെയ്ത് നിങ്ങളെ മശായിഖന്മാരെ അംഗീകരിച്ച് നിങ്ങളെ കൂടെ കൂടാനല്ല ഈ പരിപാടിയൊക്കെ നടത്തുന്നത്. ഈ തൊള്ളിയും പുള്ളിയും നായായിട്ട് 2-3 മണിക്കൂർ ആഴ്ചയിൽ 2-3 വട്ട ഈ തൊള്ളിയും പുള്ളി ഇടണെന്തിനാ? ഞങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങളെ മശായിഖന്മാരെന്ന് പറഞ്ഞാൽ സീതാമാരെ ഞങ്ങൾ അംഗീകരിക്കണം, ഞങ്ങൾ തോപ ചെയ്ത് മടങ്ങണം, നിങ്ങളെ കൂട്ടത്തേക്ക് വരണം. അതിനും വേണ്ടിയിട്ടല്ലേ? അപ്പം ഞങ്ങൾ തെളിവ് ചോദിച്ചപ്പോൾ പറയാണ് നിങ്ങൾ ഞങ്ങളത്തേക്ക് വരണ്ടാന്ന്. പിന്നെ എത്ര നിങ്ങൾ പരിപാടി നടത്തുന്നത് എന്നിട്ട് ചോദിക്കുക. ഇനിയിപ്പോൾ ആരാ നിങ്ങൾക്ക് വരണ്ടിയെന്നാല് അതെന്ന് പറഞ്ഞാൽ ഓലെ കൊണ്ട് ചോദിപ്പിക്കാം. നിങ്ങളത്തേക്ക് പാര വരണ്ടേ, നിങ്ങൾ തോപ ചെയ്ത് കണ്ട് നിങ്ങളെ കൂട്ടത്തേക്ക് പാര കൂടണ്ടേ ഒന്ന് പറയും. എന്നാ ഓലെ കൊണ്ട് ചോദിപ്പിക്കുന്ന തെളിവ്. ഞാൻ ഇമാതിരി പോട്ടത്തരം പറയാൻ എൻ്റെ മോയന്തേ ഇത്ര ഉണ്ടല്ലോ ഒന്നുമില്ലെങ്കിൽ. നിങ്ങളുടെ അടിത്തറ ഇളക്കിയിട്ട് ഈ സംഘം ഈ മഹത്തായ പോരാട്ടം അവസാനിപ്പിച്ച് നശിച്ച് എല്ലാം അടങ്ങി. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്. പൊട്ട അടി